ഹലോ ഫ്രണ്ട്സ്, ഹൈഹോപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കുന്നത് ഫിസിക്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പം ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ട ശേഷം ഈ ക്ലാസ്സിലേക്ക് നോക്കുക. അപ്പം നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയതെന്ന് പറയുന്നത് ഓരോ ഉപകരണത്തിന്റെ ഹീറ്റിംഗ് എഫക്റ്റുകളെ കുറിച്ചാണ്. ഓരോ ഉപകരണത്തിന്റെ ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഒരു ഉപകരണത്തിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതായത് ഒരു ഉപകരണം എന്ത് ചെയ്യുന്നു, നമുക്ക് ഉപകാരമായ ഏത് രൂപത്തിലേക്കാണോ ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത് അതായിരിക്കും ആ ഉപകരണത്തിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഓവന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓവൻ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പൊ അതായിരിക്കും ഹീറ്റ് എഫക്റ്റ് ആയിരിക്കും ഓവന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, വൈദ്യുത ഫലം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് ഒരു ഉപകരണം മാറ്റുന്നത്. എങ്ങനെയാണ് ഒരു ഉപകരണം ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നതെന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിനകത്ത് ഒരു സർക്യൂട്ടാണ് കൊടുത്തേക്കുന്നത്. ആ സർക്യൂട്ടിൽ 6 വോൾട്ട് ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്, ഒരു നിക്രോം കമ്പി, ഒരു സ്വിച്ച് എന്നിവ കൊടുത്തിട്ടുണ്ട്. ആ നോക്കിയ ചിത്രം കണ്ട് ഇതാണ്. എന്തൊക്കെയാണ്? ഒരു 6 വോൾട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഒരു നിക്രോം കമ്പി കൊടുത്തിട്ടുണ്ട്, എസ് എന്ന് പറയുന്ന ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടി സമയത്തിലൂടെ ഇതിനകത്തൂടെ കറണ്ട് കടന്നു പോകുന്നു. ടി സമയത്തേക്ക് ഇതിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഒരു അല്പസമയം കഴിയുമ്പോൾ ഈ നിക്രോം കമ്പി എന്ന് പറയുന്നത് ചുട്ടുപഴുത്ത് റെഡ് കളറായിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? ചുട്ടുപഴുത്ത ഹീറ്റ് കാരണം ചുട്ടുപഴുത്ത് അത് റെഡ് കളറായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ആ ഇലക്ട്രിക്കൽ എനർജി നിക്രോമിലേക്ക് എത്തിയപ്പോൾ അതെന്തായിട്ട് മാറി? ഹീറ്റ് എനർജി ആയിട്ട് മാറി. ഹീറ്റ് എനർജി ആയിട്ടല്ലേ അത് ചുട്ടുപഴുത്ത് റെഡ് കളറായിട്ട് മാറിയത്. അപ്പൊ എങ്ങനെയാണ് ഈ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായി മാറിയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിക്രോം തന്നത് ഹീറ്റ് എഫക്റ്റ് ആണ് തന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ നിക്രോമിന്റെ അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതാണ് വോൾട്ട് മീറ്റർ. അപ്പൊ വോൾട്ട് മീറ്റർ എന്തിനു വേണ്ടിയാണ്? ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാൻ വേണ്ടിയാണ്. ഏതൊക്കെ? നിക്രോമിന്റെ രണ്ട് എൻഡുകൾക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കിയേ, ഇവിടെ നമ്മളൊരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു. ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ എപ്പോഴും ഒരു ഡിവൈസിന് എന്തായിരിക്കും? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു, അമ്മീറ്റർ എന്തായിട്ട് കണക്ട് ചെയ്തു? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ എന്തിനു വേണ്ടിയാണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്? ഈ നിക്രോമിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാൻ വേണ്ടി. എന്തിനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്? ഈ സർക്യൂട്ടിലുള്ള കറണ്ട് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ അമ്മീറ്ററിന്റെ ഉപയോഗം വോൾട്ട് മീറ്ററിന്റെ ഉപയോഗം അറിഞ്ഞിരിക്കും. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായി മാറിയത് നമ്മൾ നോക്കാൻ പോകും. ചെറിയ ഡെറിവേഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ നിന്ന് ചാർജ് കറണ്ട് എന്ത് ചെയ്യും? ചാർജ് അല്ലെങ്കിൽ കറണ്ട് ഈ നിക്രോം കമ്പിയിലൂടെ കടന്നു പോകും. അപ്പൊ ഈ നിക്രോം കമ്പി ഇവിടെ എത്തിയ ഒരു ചാർജ് അടുത്ത പോയിന്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ നിന്നാണ് ഒരു ചാർജ് ഇങ്ങനെ കറണ്ട് അപ്പുറത്തോട്ട് കടന്നു പോകണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചാർജിന് ഇതിലൂടെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്നത് ആരാണ്? ഒരു സർക്യൂട്ടിനകത്ത് വർക്ക് ചെയ്യുന്നത് ആ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള ബാറ്ററി ആയിരിക്കും. ആ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള ബാറ്ററിയാണ് ഈ ചാർജിനെ ഈ സർക്യൂട്ടിലൂടെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആരാണ് ഒരു സർക്യൂട്ടിനകത്ത് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്? കറണ്ടിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്ത് ഘടിപ്പിച്ചിട്ടുള്ള ബാറ്ററിയാണ്. അപ്പൊ നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു ബാറ്ററി കൊടുക്കേണ്ടി വരുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ട് പോയിന്റുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ എത്തിക്കാൻ നമ്മൾ കൊടുക്കുന്ന വർക്ക്, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ്? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കുവാൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വർക്ക്. ഇവിടെ ആരാണ് വർക്ക് ചെയ്യുന്നത്? ബാറ്ററിയാണ് കൊടുക്കുന്നത്. ഈ വർക്ക് ചെയ്യുന്നത് ബാറ്ററിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻസും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V = W/Q ആയിരുന്നു. V = W/Q എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. അപ്പൊ നോക്കിയേ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് മാറുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = W/Q. W എന്ന് പറയുന്നത് ബാറ്ററി കൊടുത്ത വർക്കാണ്. Q എന്ന് പറയുന്നത് എത്ര ചാർജ് ഇതിനകത്തോടെ ഫ്ലോ ചെയ്തു എന്നുള്ളതാണ്.
ഈ ഒരു ടി സമയം ഈ ചാർജ് ഇതിനകത്ത് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടായ കറണ്ട്, ടി സമയം ഉണ്ടായ കറണ്ട് അമ്മീറ്ററിനകത്ത് നോക്കുമ്പോൾ അമ്മീറ്റർ റീഡിങ്ങിനകത്ത് കറണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ടി സമയത്തുള്ള കറണ്ട് എന്ന് പറയുന്ന I is equal to Q by T ആണ് കറണ്ട്. I is equal to എന്താണ്? Q by T എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നോക്കിയേ, കറണ്ട് ഇതിനകത്ത് എത്രയാണ്? I is equal to Q by T, V is equal to W by Q ആണ്. അപ്പൊ നോക്കിയേ, നമ്മൾ നേരത്തെ കിട്ടിയായിരുന്നു V is equal to W by Q, I is equal to Q by T. V എന്ന് പറയുന്ന വോൾട്ടേജ്, I എന്ന് പറയുന്ന കറണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഈ V എന്ന് പറയുന്ന ഇക്വേഷൻസിനകത്ത് നിന്ന് വർക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? വർക്ക്. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു നോക്കിയേ, ഈ ക്യൂവിനെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത പോലെ വോൾട്ടേജിന്റെ അടുത്ത് V ഇൻറ്റു ക്യൂ, ഈ ക്യൂവിനെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ നമ്മൾ ഇവിടെ കറണ്ട് നോക്കിയേ, കറണ്ടിൽ നിന്ന് ചാർജിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ചാർജ് ഈസ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു ചാർജ്, ക്യൂ ഈസ് ഈക്വൽ ടു നോക്കിയേ, ടി ഇവിടെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, I ഇൻറ്റു ടി. അപ്പൊ നോക്കി, ഇവിടെ നമ്മൾ ആദ്യം വർക്ക് കണ്ടുപിടിച്ചു. വർക്ക് ഈസ് ഈക്വൽ ടു V ഇൻറ്റു ക്യൂ, ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു I. എന്താണ് വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഈ ബാറ്ററി ചെയ്യേണ്ടി വന്ന വർക്കാണ് W എന്ന് പറയുന്നത്. V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട് ഉണ്ടെങ്കിൽ Q എന്ന് പറയുന്ന ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ബാറ്ററി കൊടുക്കേണ്ടി വന്ന വർക്ക് ഈസ് ഈക്വൽ ടു V ഇൻറ്റു ക്യൂ. T സമയത്തോടെ Q ചാർജ് കടന്നു വന്നപ്പോൾ Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി. ഇവിടെ കടന്നുപോയ ചാർജ് ആണ് Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി എന്ന് പറയുന്ന ചാർജ്. ഇനി അടുത്താണ് നോക്കിയേ, Q ന്റെ വില നമുക്ക് ഇവിടെ കിട്ടി. Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി. ഇവിടെ നമ്മൾ Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി എന്ന് കൊടുത്തു. അപ്പൊ ഈ Q ന്റെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ, W ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? I ഇൻറ്റു ടി. Q ന്റെ സ്ഥാനത്ത് I ഇൻറ്റു ടി. അപ്പൊ ഇവിടെ ചെയ്ത വർക്ക് നമുക്ക് കിട്ടി W ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ഇൻറ്റു ടി എന്ന് കിട്ടി. അതായത് ഇവിടെ ബാറ്ററി ചെയ്ത വർക്ക് W ഈസ് ഈക്വൽ ടു V ഇൻറ്റു I ഇൻറ്റു ടി എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ വർക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നിക്രോം കമ്പിയിലേക്ക് എത്തുമ്പോഴേക്കും ഇത് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ എത്ര വർക്ക് കൊടുക്കുന്നുവോ ആ വർക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഹീറ്റ് എനർജി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആ നിക്രോം കമ്പി ഈ വർക്കിനെ എന്താക്കി മാറ്റുന്നു? ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. അല്ലേ, ചൂടല്ലേ ചെയ്തത്? നിക്രോം കമ്പി എന്തായി മാറി? ചൂടായി, ചുട്ട് പഴുത്ത് ഹോട്ട് റെഡ് കളറായിട്ട് മാറി. അപ്പൊ എന്ത് ചെയ്തു? ഈ വർക്ക് എന്തായിട്ട് മാറി? ഹീറ്റ് എനർജി ആയിട്ടാണ് അവിടെ മാറിയത്. അപ്പൊ ഇവിടെ വർക്ക് എന്തായിട്ടാണ് മാറിയത്? നിക്രോം കമ്പിയിൽ എത്തിയപ്പോഴേക്കും അത് ഹീറ്റ് എനർജി ആക്കി മാറ്റി. അപ്പൊ W എന്തായിട്ട് മാറി? ഹീറ്റ് എനർജി ആക്കി മാറ്റി. ഹീറ്റ് എനർജി H ഈസ് ഈക്വൽ ടു എന്താ പറയാ? VIT. അപ്പൊ H ഈസ് ഈക്വൽ ടു VIT. അപ്പൊ നമുക്ക് ഹീറ്റിന്റെ ഒരു ഇക്വേഷൻ കിട്ടി, H ഈസ് ഈക്വൽ ടു VIT. അപ്പൊ നോക്കിയേ, ഹീറ്റ് എന്ന് പറയുന്നത് V ഇൻറ്റു I ഇൻറ്റു ടി ആണ്. അപ്പൊ നിക്രോം കമ്പിയിൽ ഉണ്ടായ ഹീറ്റ് എന്താണ്? V ഇൻറ്റു I ഇൻറ്റു ടി ആണ്. ഇനി നമ്മൾ ഓംസ് ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത്, അപ്പൊ അടുത്ത് നമുക്ക് നോക്കുന്നത് ഓംസ് ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഓംസ് ലോ. ഓംസ് ലോ അനുസരിച്ച് നമുക്ക് V യുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, V is equal to I into R എന്ന്. അപ്പൊ ഓംസ് ലോ അനുസരിച്ച് V is equal to എന്താണ്? I into R ആണ്. അപ്പൊ നമുക്ക് ഈ V യുടെ അടുത്തേക്ക് I into R എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ നമുക്ക് H is equal to V യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? I into R. ബാക്കി എന്തൊക്കെയുണ്ട്? I into T ഉണ്ട്. അപ്പൊ V യുടെ സ്ഥാനത്ത് നമ്മൾ I into R കൊടുത്തു, ബാക്കി I into T ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 2 I ഇല്ലേ? I into I എത്രയാണ്? I സ്ക്വയർ. ബാക്കി എന്തൊക്കെയുണ്ട്? R ഉണ്ട്, T ഉണ്ട്. അപ്പൊ H is equal to I സ്ക്വയർ RT എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. H is equal to I സ്ക്വയർ RT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ പറഞ്ഞാൽ H is equal to V into I into T. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? ഓംസ് ലോ അനുസരിച്ച് V is equal to എന്താണ്? I into R ആണ്. ആ V യുടെ സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് കൊടുത്തു? I into R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് I into I സ്ക്വയർ into RT കിട്ടി. വീണ്ടും നമുക്ക് ഓംസ് ലോ അനുസരിച്ച് നമുക്ക് I ക്ക് പകരം വരെ ഇട്ട് കൊടുക്കാം. നമുക്ക് അവിടെ ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാം I is equal to എന്താണ്? I is equal to V by R ആണ്. I is equal to V by R. അപ്പൊ ഈ I യുടെ വില നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. H is equal to I ക്ക് പകരം എന്ത് കൊടുക്കുക? V by R കൊടുക്കുക. I ക്ക് പകരം എന്ത് കൊടുക്കുന്നു? V by R. അപ്പൊ I ക്ക് പകരം ഞാൻ V by R കൊടുത്തു. അപ്പൊ I ക്ക് പകരം V by R കൊടുത്തു. എന്തും കൂടി ഉണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്. I സ്ക്വയർ ആണ്. അപ്പൊ V by R the whole square into R into T. അപ്പൊ നോക്കിയേ, V സ്ക്വയർ
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ സ്ക്വയർ രണ്ടിനും കൊടുക്കുന്നു. വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. അപ്പോൾ നോക്കിയേ, വി സ്ക്വയർ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇവിടുത്തെ ഒരു ആർ സ്ക്വയറിൽ ഒരു ആറും പോയി, ഇവിടുത്തെ ബാക്കി എന്തേ ഉള്ളൂ, ഒരാറേ ഉള്ളൂ. അപ്പോൾ ആർ സ്ക്വയറിൽ ഒരാറ് പോയി, ബാക്കി ഒരാറ് താഴെ ഉണ്ട്. അപ്പോൾ നോക്കിയേ, ബി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഒരു മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നോക്കി, ആദ്യത്തെ ഇക്വേഷൻ നോക്കി എച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു ടി. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. മൂന്നാമത്തെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കണ്ട വി ഐ ടി കിട്ടി. അതിന് പകരം നമ്മൾ വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, ഐ ഇൻറ്റു ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐ സ്ക്വയർ ആർ ടി കൊടുത്തു. മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തത്, ഐയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, വി ബൈ ആർ കൊടുത്തുകൊണ്ട് വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ എത്തിച്ചേർന്നു. അപ്പൊ നമ്മൾ നോക്കിയ ആദ്യം വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതി, വി ഈസ് ഈക്വൽ ടു W ബൈ ക്യൂ, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, കടന്നുപോയ കറണ്ട്. ഇവിടെ നമ്മൾ ആദ്യം വർക്ക് എഴുതി, വർക്ക് കണ്ടുപിടിക്കാനാണ് വിയും ക്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വർക്ക് എഴുതി. പിന്നെ W ഈസ് ഈക്വൽ ടു ഐ, ക്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, ഐ ഇൻറ്റു ടി എന്ന് പറയുന്ന പോലെ കൊടുത്തു. ക്യൂവിന്റെ സ്ഥാനത്ത് ഐ ടി കൊടുത്തു. W ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു ടി. എങ്ങനെയാണ് ഈ W എച്ച് ആയിട്ട് മാറിയത്? അതായത് ഇവിടെ കൊടുത്ത വർക്ക് എന്തായിട്ട് മാറുകയാണ് ചെയ്തത്, ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ ആ വർക്ക് എന്തായിട്ട് മാറി, ഹീറ്റ് എനർജി ആയിട്ട് മാറി. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു ടി എന്നായി. പിന്നെ നമ്മൾ പറഞ്ഞു ഓംസ് ലോ അനുസരിച്ച് വി ഈസ് ഈക്വൽ ടു എന്താണ്, ഐ ഇൻറ്റു ആർ ആണ്. ഓംസ് ലോ അനുസരിച്ച് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അപ്പൊ ഈ വിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, ഐ ആറിന്റെ വില കൊടുത്തു. വിയുടെ സ്ഥാനത്ത് ഐ ആർ കൊടുത്തു. അപ്പൊ ഐ ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു ഐയും ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഐ സ്ക്വയർ ആർ ടി. വീണ്ടും നമ്മൾ ഓംസ് ലോ അനുസരിച്ച് എന്താണ്, കറണ്ടിന്റെ സ്ഥാനത്ത് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ നമുക്ക് ഓംസ് ലോ അനുസരിച്ച് അറിയാം. അപ്പൊ ഐയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, നമ്മള് വി ബൈ ആർ കൊടുത്തു. ഇവിടെ സ്ക്വയർ ഉണ്ടായാണ് വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ കൊടുത്തത്, ഇൻറ്റു ആർ ഇൻറ്റു ടി. സ്ക്വയർ ബ്രാക്കറ്റിനകത്തേക്ക് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. ആറും ആർ സ്ക്വയറും വെട്ടി താഴെ ഒരു ആറേ ഉള്ളൂ. അപ്പൊ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അങ്ങനെ മൂന്ന് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി, ഹീറ്റിന്റെ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. രണ്ടാമത്തത് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. മൂന്നാമത്തത് എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇക്വേഷൻ, മൂന്ന് ഇക്വേഷൻസിൽ പഠിച്ചു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടക്ടറിനകത്തൂടെയും ഇലക്ട്രിക്കൽ എനർജി കടന്നു പോകുമ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്ന ഇതിനെ പറയുന്ന പേരാണ് ജൂൾസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പറയുന്നു ജൂൾസ് ഹീറ്റിംഗ്. അപ്പൊ എന്താണ് ജൂൾസ് ഹീറ്റിംഗ് എന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടറിനകത്തൂടെ ഇലക്ട്രിക്കൽ എനർജി കടന്നു പോകുമ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്ന ഈ പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ ഫിനോമിന പറയുന്ന പേരാണ് ജൂൾസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ലോ പഠിക്കാനുണ്ട്. ആ ലോ ആണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. ജൂൾസ് ലോ എന്ന് പറഞ്ഞ ലോ. ആ ജൂൾസ് ലോയിലെ അടിസ്ഥാനമായ ഒരു ഇക്വേഷൻ ആണ് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പൊ എന്താണ് ഈ ജൂൾസ് ലോ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, ഒരു കണ്ടക്ടറിനകത്തൂടെയും കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ്, ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് എച്ച് എന്ന് പറയുന്ന ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്. അതിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ സ്ക്വയറിന്റെ പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ആ ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ എന്തിനൊരു പ്രൊപ്പോർഷൻ ആണ്, റെസിസ്റ്റൻസിനും പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ആ ഹീറ്റ് എന്തിനും കൂടി പ്രൊപ്പോർഷണൽ ആണ്, എത്ര സമയം ആ കറണ്ട് ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നു, എത്ര സമയം ആ കറണ്ട് കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നു. അപ്പൊ എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പൊ നോക്കി, എച്ച് എന്ന് പറയുന്നത് ഒരു കറണ്ട് ഒരു കണ്ടക്ടറിനകത്തൂടെ കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടറിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ കടന്നു പോകുന്ന കറണ്ടിന്റെ സ്ക്വയറിന് നേർ അനുപാതത്തിലായിരിക്കും, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന് നേർ അനുപാതത്തിലായിരിക്കും. എത്ര സമയം ഇത് കടന്നു പോകുന്നു അതിന് നേർ അനുപാതത്തിലായിരിക്കും. എത്ര സമയം, എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. എത്ര സമയം ഇതിനകത്ത് കടന്നു പോകുന്നു അതിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പൊ ഇത് മൂന്നും കൂടി പറയുന്നതാണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജൂൾസ് ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ വെക്കണം. അപ്പൊ നമ്മൾ ജൂൾസ് ലോ പഠിച്ചു. ജൂൾസ് ലോ ഉപയോഗിച്ചുള്ള ഒരു ഇക്വേഷൻ പഠിച്ചു, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് 1.2 എന്ന് പറയുന്ന ടേബിൾ കൊടുത്തിട്ടുണ്ട്.
ആ ടേബിളിനകത്ത് ഞാൻ കുറെ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പൊ നോക്കി ആ ടേബിളിനകത്ത് എന്തൊക്കെയുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്, കറണ്ട് ഉണ്ട്, ടൈം ഉണ്ട്, ഹീറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ H=I²RT ഉണ്ട്, ചേഞ്ച് ഇൻ ഹീറ്റ് ഉണ്ട്. ആ ടേബിളിൽ ആദ്യം നോക്കിയേ, റെസിസ്റ്റൻസ് നമ്മളെ ഇരട്ടിയാക്കുന്നു. റെസിസ്റ്റൻസ് എത്ര ആകുന്നു? 2R അഥവാ ഇരട്ടിയാക്കുന്നു. കറണ്ട് എത്ര തന്നെയാണ്? I തന്നെയാണ്. കറണ്ട് I തന്നെ. ടൈം എത്രയാണ്? T തന്നെയാണ്. എങ്കിൽ ഹീറ്റ് എത്രയായിട്ട് മാറുന്നു? അപ്പൊ നോക്കിയേ, റെസിസ്റ്റൻസ് ഇരട്ടിയാക്കുന്നു, 2R ആക്കുന്നു, കറണ്ട് I തന്നെ കൊടുക്കുന്നു, ടൈം T സമയമെങ്കിൽ ഹീറ്റ് എത്രയാകുന്നു? നോക്കിയേ, H= നമുക്ക് ആ ഇക്വേഷൻ അകത്ത് കൊടുത്തു നോക്കാം. H= കറണ്ടിന് വല്ല മാറ്റമുണ്ടോ? കറണ്ട് I തന്നെയാണ്, I². R റെസിസ്റ്റൻസ് എത്ര ആക്കി? ഇപ്പം ഇരട്ടിയാക്കി, 2R ആക്കി. അപ്പൊ R ന് പകരം എത്ര കൊടുക്കുക? 2R കൊടുക്കുക. R ന് പകരം 2R. അടുത്ത നോക്കിയേ, ടൈം എന്തിനാണ്? T തന്നെയാണ്. അപ്പൊ H=I²RT എന്ന് പറഞ്ഞ ഇക്വേഷൻസിനകത്ത് R ന് പകരം എന്ത് കൊടുത്തു? 2R കൊടുത്തു. കാരണം എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് ഇവിടെ ഇരട്ടിയാക്കി 2R. കറണ്ട് I തന്നെയായിരുന്നു, I² കൊടുത്തു, ടൈം T കൊടുത്തു. അപ്പൊ ഇത് സോൾവ് ചെയ്ത് നോക്കിയേ, നമുക്ക് ഈ 2 കൂടെ കൊണ്ടുവരല്ല, 2 × I²RT. അപ്പൊ I²RT എന്ന് പറഞ്ഞാൽ എന്താണ്? H=I²RT അല്ലയോ? H=I²RT. അപ്പൊ I²RT എന്ന് പറഞ്ഞാൽ എന്താണ്? H ആണ്. അപ്പൊ 2H. അപ്പൊ H എത്രയായി? റെസിസ്റ്റൻസ് 2 മടങ്ങാക്കിയപ്പോൾ ഹീറ്റ് എത്രയായി? 2 മടങ്ങായി. അപ്പൊ റെസിസ്റ്റൻസ് 2 മടങ്ങായപ്പോൾ ഹീറ്റ് എത്രയായി? 2 മടങ്ങായിട്ട് മാറി. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടുത്തെ കോളം ഫില്ല് ചെയ്യാം. H= എത്രയായി? 2I²RT. എത്രയാണ്? ഹീറ്റ് എത്ര വിധം ചേഞ്ച് ചെയ്ത്? ഹീറ്റ് എന്തായി മാറി? 2 മടങ്ങായിട്ട് മാറി. അപ്പൊ ഹീറ്റ് എത്ര മടങ്ങായി മാറി? 2H ആയിട്ട് മാറി. ഹീറ്റ് 2H ആയിട്ട് മാറി. അടുത്ത നോക്കിയേ, റെസിസ്റ്റൻസ് R തന്നെ, കറണ്ട് എത്ര മടങ്ങാക്കുന്നു? 2I ആക്കുന്നു. കറണ്ട് 2I. അപ്പൊ ഇവിടെ എന്താണ്? നമ്മള് കറണ്ട് 2 മടങ്ങാക്കി, ടൈം എത്ര എന്നാണ്? T തന്നെ. അപ്പം റെസിസ്റ്റൻസ് R തന്നെ, കറണ്ട് 2 മടങ്ങാക്കി, ടൈം T തന്നെങ്കിൽ ഹീറ്റിന് എന്ത് മാറ്റം വരും എന്ന് നോക്കാം. H=I²RT എന്ന ഇക്വേഷൻ നോക്കാം. ഇവിടെ എന്താണ്? I യുടെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 2I കൊടുക്കുക. I യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2I. കാരണം എന്താ? കറണ്ട് 2 മടങ്ങാക്കി. I എന്ന് പറയുന്നത് 2I. അപ്പൊ എന്തുകൊണ്ട്? ഇവിടെ സ്ക്വയറും കൂടി ഉണ്ട്. I² അല്ലേ? അപ്പൊ 2I². റെസിസ്റ്റൻസ് ഉള്ള മാറ്റമുള്ള റെസിസ്റ്റൻസ് അത് തന്നെ, R × ടൈമിന് T കൊടുത്തു. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4I. I². ബാക്കി എന്തുണ്ട്? R ഉണ്ട്, T ഉണ്ട്. I²RT എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ആണ്. അപ്പൊ 4H. അപ്പൊ കറണ്ട് 2 മടങ്ങാക്കിയപ്പോൾ ഹീറ്റ് എത്രയായി? 4 മടങ്ങായിട്ട് മാറി. കറണ്ട് 2 മടങ്ങായപ്പോൾ ഹീറ്റ് 4 മടങ്ങായിട്ട് മാറി. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇവിടെ കൊടുത്താൽ പൂരിപ്പിക്കാലോ. അത് H എത്ര ഇവിടെ? H=4I²RT. I²RT എന്ന് പറഞ്ഞാൽ H. അപ്പൊ 4H. ഹീറ്റ് എത്രയും? 4 മടങ്ങായിട്ട് മാറി. അടുത്ത് നോക്കിയ റെസിസ്റ്റൻസ് R/2 ആക്കി. റെസിസ്റ്റൻസ് പകുതിയാക്കി മാറ്റുന്നു. കറണ്ട് എന്ത് തന്നെ? I തന്നെ, ടൈം T തന്നെ. അപ്പോൾ ഹീറ്റിന് എന്ത് മാറ്റം വരും? നമുക്ക് H=I²RT എന്ന ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. H= കറണ്ടിന് ഒരു മാറ്റം ഉണ്ടോ? അത് തന്നെ, H=I² ആണ്. റെസിസ്റ്റൻസ് ഇപ്പൊ എത്രയായി മാറി? R/2 ആയി മാറി. റെസിസ്റ്റൻസ് R/2 ആയി മാറി. ടൈമിന് മാറ്റമൊന്നുമില്ല, ടൈം അത് തന്നെ. അപ്പൊ H=12 × I²RT എന്ന് കൊടുക്കാം. I²RT ഹാഫ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നോക്കി, I²RT എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. അപ്പൊ 1/2H. അപ്പൊ റെസിസ്റ്റൻസ് പകുതിയാക്കിയപ്പോൾ എന്തായി? ഹീറ്റ് പകുതിയായി. റെസിസ്റ്റൻസ് പകുതിയായപ്പോൾ ഹീറ്റ് പകുതി. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ കിട്ടിയ വില എത്രയാണ്? ഹീറ്റ് =12I²RT ആണ്. ഹീറ്റ് എത്രയായി മാറി? 1/2H ആണ്. റെസിസ്റ്റൻസ് പകുതിയായപ്പോൾ ഹീറ്റ് എത്രയായി മാറി? പകുതിയായിട്ട് മാറി. മനസ്സിലായല്ലോ? ഇനി അടുത്ത നോക്കിയേ, റെസിസ്റ്റൻസ് അത് തന്നെ. കറണ്ട് എത്രയായി മാറ്റുന്നു? കറണ്ട് പകുതിയാക്കുന്നു, I/2 ആക്കുന്നു. കറണ്ട് എത്രയായി മാറ്റുന്നു? I/2. ടൈമിനുള്ള മാറ്റുന്നു, ടൈം അത് തന്നെ. അപ്പോൾ ഹീറ്റിന് എന്ത് മാറ്റം വരും നോക്കാം. H=I²RT കൊടുക്കുന്നു. ഇപ്പൊ കറണ്ട് എത്രയാണ്? I/2 ആണ്. കറണ്ടിന് പകരം I/2. Iക്ക് പകരം നമ്മൾ I/2 കൊടുത്തു. I/2². R എന്താണ്? അത് തന്നെ, മാറ്റമൊന്നുമില്ല. ടൈം Tക്ക് മാറ്റമില്ല.
അപ്പൊ I/2. അപ്പൊ I സ്ക്വയർ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നു. I സ്ക്വയർ ബൈ 4, രണ്ടിന്റെ സ്ക്വയർ 4 ഇൻറ്റു R ഇൻറ്റു ടി. എത്രയാണ്? 1/4. 1/4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി I സ്ക്വയർ R ഇൻറ്റു ടി. അതെന്താണ്? 1/4 ഇൻറ്റു I സ്ക്വയർ ആർ ടി എന്ന് പറയുന്നത് എത്രയാണ്? ഹീറ്റ് ആണ്. I സ്ക്വയർ ആർ ടി ഹീറ്റ് ആണ്. അപ്പൊ നോക്കിയേ, കറണ്ട് പകുതി ആയപ്പോൾ ഹീറ്റ് 4 മടങ്ങ് കുറഞ്ഞു ചെയ്തു. ഹീറ്റ് എന്തായി? 4 മടങ്ങ് കുറഞ്ഞു. 1/4 എന്ന് വെച്ചാൽ കാൽ ഭാഗമായിട്ട് മാറി. ഹീറ്റ് 4 മടങ്ങ് അത് കുറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയതാണ് ഹീറ്റ് എത്ര ആയിട്ട് മാറി? 1/4 I സ്ക്വയർ ആർ ടി. ഹീറ്റ് എത്ര മടങ്ങായിട്ട് കുറഞ്ഞു? 4 H. 1/4 H ആയിട്ട് മാറി. 4 അപ്പൊ ഹീറ്റ് 4 ഭാഗമായിട്ട് മാറി. അടുത്ത നോക്കിയേ, റെസിസ്റ്റൻസ് R തന്നെ, കറണ്ട് I തന്നെ. സമയം 2 മടങ്ങ്. സമയം എന്ത് ചെയ്ത് വർദ്ധിപ്പിച്ചു? സമയം 2 മടങ്ങാക്കി മാറ്റി. കൂടുതൽ സമയം നമ്മൾ നോക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഹീറ്റിന് എന്ത് മാറ്റം വരുന്നു? H = I സ്ക്വയർ ആർ ടി ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. H = I സ്ക്വയർ ആർ ടി. അപ്പൊ ടി യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 2t എന്ന് കൊടുക്കാം. സമയം എന്ത് ചെയ്തു? 2 മടങ്ങാക്കി വെച്ചു. അപ്പൊ നോക്കിയേ, 2 നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. H = I സ്ക്വയർ R ഇൻറ്റു ടി. അപ്പൊ H = 2. I സ്ക്വയർ ആർ ടി എന്ന് പറഞ്ഞാൽ 2H. അപ്പൊ നോക്കിയേ, സമയം ഇരട്ടിയാക്കിയപ്പോൾ, സമയം 2 മടങ്ങാക്കിയപ്പോൾ ഹീറ്റ് എത്രയായി? 2 മടങ്ങായിട്ട് മാറി. സമയം 2 മടങ്ങായപ്പോൾ ഹീറ്റും 2 മടങ്ങായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് H = എന്തായിട്ട് കൊടുക്കാം? 2I സ്ക്വയർ ആർ ടി ആയി. എത്രയാണ്? 2H ആയിട്ട് മാറി. 2H ആയിട്ട് മാറി. അടുത്ത നോക്കിയാൽ റെസിസ്റ്റൻസ് R തന്നെ, കറണ്ട് I തന്നെ. ടൈം എന്ത് ചെയ്തു? T/2 ആക്കുന്നു. ടൈം പകുതിയാക്കി, സമയം കുറച്ച സമയം മാത്രം നമ്മൾ കറണ്ട് സർക്യൂട്ടിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ എത്ര മാത്രം ഹീറ്റ് ഉണ്ടാവുന്നു? H = I സ്ക്വയർ. Iക്ക് മാറ്റമൊന്നുമില്ല, Rന് മാറ്റമൊന്നുമില്ല, സമയമാണ് ഇവിടെ പകുതിയായത്. അപ്പൊ T/2, സമയം T/2 ആക്കി. അപ്പൊ നമുക്ക് ഹാഫ് ഇങ്ങോട്ട് എടുക്കാം. ഹാഫ് ഇൻറ്റു H. I സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു ടി. I സ്ക്വയർ ആർ ടിക്ക് എന്ത് കൊടുക്കുന്നു? H കൊടുക്കുന്നു. അപ്പൊ ടൈം പകുതിയായപ്പോൾ ഹീറ്റ് എത്രയായി മാറി? പകുതിയായിട്ട് മാറി. അപ്പൊ സമയം കുറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഹീറ്റ് പകുതിയായിട്ട് മാറി. അപ്പൊ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാതെ H = ഹാഫ് ഇൻറ്റു I സ്ക്വയർ ആർ ടി ഹാഫ് H. അപ്പൊ നമ്മുടെ ജൂൾസ് ലോ ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ഇരട്ടിയാകുമ്പോഴും റെസിസ്റ്റൻസ് ഇരട്ടിയാകുമ്പോഴും അത് നേരെ പകുതിയാകുമ്പോഴും സമയം ഇരട്ടിയാകുമ്പോൾ സമയം പകുതിയാകുമ്പോഴൊക്കെയുള്ള ഹീറ്റ് എത്രയാണ് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ഈ ടേബിൾ നോക്കിയാൽ, ഫില്ല് ചെയ്ത ടേബിൾ ഞാൻ കാണിക്കാം. ആ ഫില്ല് ചെയ്ത ടേബിൾ നോക്കിയേ, ഈ ടേബിളില് ഏതിന് മാറ്റം വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹീറ്റിന് ചേഞ്ച് ഉണ്ടായത്? അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് ഇരട്ടിയാക്കിയപ്പോൾ ഹീറ്റ് ഇരട്ടിയായി മാറി. റെസിസ്റ്റൻസ് പകുതിയായപ്പോൾ എന്ത് ചെയ്തു? ഹീറ്റ് പകുതിയായി മാറി. അതേസമയം നമ്മൾ കറണ്ട് ഇരട്ടിയാക്കിയപ്പോൾ ഹീറ്റ് എത്ര മടങ്ങായിട്ട് വർദ്ധിച്ചു? 4 മടങ്ങായിട്ട് വർദ്ധിച്ചു. കറണ്ട് ഇരട്ടിയാക്കിയപ്പോൾ ഹീറ്റ് എത്ര മടങ്ങായി വർദ്ധിച്ചു? 4 മടങ്ങായിട്ട് വർദ്ധിച്ചു. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് പകുതിയായപ്പോൾ എന്ത് ചെയ്തു? ഹീറ്റ് 4 മടങ്ങായിട്ട് കുറയുകയാണ് ചെയ്തത്. ടൈം ഇരട്ടിയാക്കിയപ്പോൾ എന്ത് ചെയ്തു? ഹീറ്റ് 2 മടങ്ങായിട്ട് വർദ്ധിച്ചു. ടൈം പകുതിയായപ്പോൾ എന്ത് ചെയ്തു? ഹീറ്റ് പകുതിയായിട്ട് തന്നെ കുറഞ്ഞു. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഏതാണ്? കറണ്ട് ആണ്. കാരണം എന്താണ്? കറണ്ട് I സ്ക്വയർ ആണ്. I സ്ക്വയർ ആണ്. അപ്പൊ നോക്കിയേ, കറണ്ട് ഇരട്ടിയായപ്പോൾ 4 മടങ്ങായിട്ടാണ് വർദ്ധിച്ചത്. റെസിസ്റ്റൻസും ടൈമും ഇരട്ടിയായപ്പോൾ 2 മടങ്ങായിട്ട് തന്നെ വർദ്ധിച്ചതേ ഉള്ളൂ. പക്ഷെ കറണ്ട് ആണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ചെയ്യുന്നത്. ഒരു കണ്ടക്ടറിനകത്തൂടെയുള്ള ഹീറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? കറണ്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഒരു സർക്യൂട്ടിനകത്ത് ഹീറ്റ് എനർജി ആയിട്ട് മാറുക? നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് H = VIT എടുത്തു. അങ്ങനെ Hന്റെ 3 ഇക്വേഷൻ എടുത്തു. H = I സ്ക്വയർ ആർ ടി ഒക്കെ പറഞ്ഞ 3 ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ജൂൾസ് ലോ എന്ന് നമ്മൾ പറഞ്ഞു. H = I സ്ക്വയർ ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞു. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ടേബിൾ ഫില്ല് ചെയ്തു. ഓരോ ഫാക്ടേഴ്സും, കറണ്ടും റെസിസ്റ്റൻസും ടൈമും എങ്ങനെയാണ് ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു എക്സ്പെരിമെന്റിനാണ് പഠിക്കാനുള്ളത്. എന്താണ്? ഈ ഹീറ്റ് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള എക്സ്പെരിമെന്റ്. അപ്പൊ ഇത് നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്തത്? ഇനി അടുത്ത നമ്മൾ ഒബ്സർവ് ചെയ്തുള്ള ഒരു എക്സ്പെരിമെന്റിലൂടെ എങ്ങനെയാണ് ഹീറ്റ് വർദ്ധിക്കുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.